ഹംസത്തുൽ ഖത്ഉം ഹംസത്തുൽ വസ്ലും എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. പലപ്പോഴും ഏത് വാക്കിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് എപ്പോഴും ഒരു സംശയമാണ്. ഇവിടെ ഹംസത്തുൽ ഖത്ഉ ഹംസത്തുൽ വസ്ൽ എഴുതിയിട്ട് ആദ്യം നോക്കാം. ഇവിടെ ഒന്നാമത്തേത് ഹംസത്തുൽ ഖത്ഉ ആണ്, ഈ രണ്ടാമത്തേത് വസ്ലാണ്. വസ്ലിൻ്റെ ഹംസ ഞാൻ സൂചിപ്പിക്കാൻ മേലെ ചെറിയൊരു സ്വാദ് ഇട്ടിട്ടുണ്ട്. അത് റസ്മു ഒസ്മാനിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, സാധാരണ ഇംലായിൽ സാധാരണ എഴുത്തിലുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കലിമത്തുകൾ മൂന്നായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഹർഫ്, അതുപോലെ ഇസ്മ്. ഞാൻ ഓർഡർ തെറ്റിച്ചിട്ടാണ് ഇവിടെ എഴുതുന്നത്, നമ്മൾ ഈ വിഷയം പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യം ഹർഫ് എഴുതി, പിന്നെ ഇസ്മ്, പിന്നെ ഫിയാൽ. ഈ മൂന്ന് കലിമത്തുകളിലായിട്ടാണല്ലോ എന്തായാലും ഹംസ വരിക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹർഫ് എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കാൻ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എല്ലാ ഹർഫിലെയും തുടക്കത്തിൽ വരുന്ന ഹംസ ഖത്തയിൻ്റെ ഹംസയാണ്, ഈ അൽ എന്നതിൽ ഒഴികെ. ഈ അൽ എന്ന താരീഫിൻ്റെ അല്ലിൽ വരുന്ന ഹംസ ഹംസത്തുൽ വസലാണ് എന്ന് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം എന്താണ്? ഖത്തയിൻ്റെ ഹംസയാണ്. ഇപ്പോൾ അൽ കിതാബ് ഇവിടെ കണ്ടോ, അൽ കിതാബ് എന്ന് എഴുതുമ്പോൾ ഇവിടെ അലിഫ്ലാം ഉണ്ടല്ലോ, അതിൽ വരുന്ന ഹംസ വസലിൻ്റെ ഹംസയാണ്. അപ്പോൾ ചേർത്തി വായിക്കുമ്പോൾ ആ ഉച്ചാരണം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് വൽ കിതാബ് എന്ന് എഴുതുമ്പോൾ ഉണ്ടാവും അലിഫിൻ്റെ ഉച്ചാരണം പോയി. അപ്പോൾ വാവില്ലെങ്കിൽ കലിമത്തിൻ്റെ തുടക്കത്തിലായി, അപ്പോൾ അൽ കിതാബായി. വാ വരുമ്പോൾ അലിഫ് ഹംസ മധ്യത്തിലായി, അപ്പോൾ വൽ കിതാബായി. എന്നാൽ ഇന്ന എന്ന് എഴുതുമ്പോൾ, അതുപോലെ അന്ന എന്നൊക്കെ എഴുതുമ്പോൾ അതിലുള്ള അർഫൊക്കെ ഖത്തയിൻ്റെ ഹംസയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വാ വെച്ചിട്ട് നോക്കിയേ, വ ഇന്ന, വ അന്ന എന്നാണ് വായിക്കുക, വന്ന എന്ന് വായിക്കൂലല്ലോ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് ഇസ്മാണ്. ഇസ്മിലൊരു 10 ഇസ്മുകൾ ഒഴികെ ബാക്കിയെല്ലാം ഖത്ത് ആയിരിക്കും. ഇവിടെ ഈ എഴുതുന്ന ഈ 10 ഇസ്മുകളിൽ വരുന്ന ഹംസയാണ് വസലിൻ്റെ ഹംസ. അതിൽ ഒന്ന് ഇസ്മ്, രണ്ടാമത്തേത് ഇബിന്, പിന്നെ അതിൻ്റെ മുഅന്നസായിട്ട് വരുന്ന ഇബിനത്ത്. ഇതിലൊക്കെ വരുന്ന ഹംസ വസലിൻ്റെ ഹംസയായിരിക്കും. നമ്മൾ ഫസ്റ്റ് വസലിൻ്റെ ഹംസ എവിടെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഖത്തയിൻ്റെ ഹംസനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, വസലിൻ്റെ ഹംസ. പിന്നെ ഇബിനം, ഇത് വളരെ അപൂർവമായിട്ടാണ്, ഇപ്പോൾ ഉപയോഗത്തിലില്ല ഈ ഇബിനം എന്നുള്ളത്. പിന്നെ ഇംറോ, മനുഷ്യൻ എന്ന അർത്ഥത്തിന് ഇംറോ. പിന്നെ ഇംറഅത്ത്, അതിൻ്റെ മുഅന്നസ്, ഇംറോയിൻ്റെ മുഅന്നസ് ഇംറഅത്ത്, ഇംറോ അല്ലെങ്കിൽ ഇംറ എന്നൊക്കെ പറയാം. പിന്നെ ഇസ്നാനി, അതുപോലെ ഇസ്നത്താനി. ഇസ്നാനി അതിൻ്റെ മുദക്കറായ മുഅന്നസായിട്ടുള്ള ഇസ്നത്താനി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഇസ്ത്, ഇത് അപൂർവമായിട്ട് ഉപയോഗിക്കുള്ളൂ. പിന്നെ ഐമുല്ല, ഐമ്, അതുപോലെ തന്നെ ഐമുന്. ഇത് രണ്ടും ഐമു അല്ലെങ്കിൽ ഐമുന്. ഐമുനുള്ള സത്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ അള്ളാന എന്നൊക്കെ പറയുന്നില്ലേ, അള്ളാണ എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ അറബിയിലുള്ളൊരു വാക്യമാണ്. അത് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുള്ളൂ. 10 എണ്ണം. 10 ഇസ്മുകളിൽ വരുന്ന ഹംസ, തുടക്കത്തിൽ വരുന്ന ഹംസ വസലിൻ്റെ ഹംസയായിരിക്കും. ഇതല്ലാത്ത ബാക്കിയെല്ലാ ഹംസയും ഖത്തയിൻ്റെ ഹംസ. ഇപ്പോൾ അഹമ്മദ് എന്ന് എഴുതുമ്പോൾ ഇസ്മാണല്ലോ, അതിലുള്ള ഹംസ ഖത്തയിൻ്റെ ഹംസയാണ്. അഹമ്മദ്, അബൂബക്കർ, ഇങ്ങനെ വരുന്ന പിന്നെ എല്ലാ ഹംസയും, അതുപോലെ രാജ്യങ്ങളുടെ പേര്, പട്ടണങ്ങളുടെ പേര്, പിന്നെ അജമിയായിട്ടും അറബിയായിട്ടുള്ള ബാക്കി എല്ലാ ഇസ്മുകളിലും വരുന്ന ഹംസ ഖത്തയിൻ്റെ ഹംസയായിരിക്കും. ഇവിടെ കണ്ടോ, ചേർത്തി വായിക്കുമ്പോഴൊക്കെ ചേർത്തി വായിക്കുമ്പോഴൊക്കെ പിന്നെ വൈസ്മ് എന്ന് വായിക്കൂല, വബിന്, വംബ്രു, വസ്നാനി അങ്ങനെയൊക്കെ വായിക്കാം. ഇനി ഫിയോലിൽ കുറഞ്ഞ ഫീലുകളിൽ മാത്രമാണ്, ഫീലുകളുടെ തുടക്കത്തിൽ വരുന്ന ഹംസ മാത്രമേ വസലിൻ്റെ ഹംസയായിട്ട് വരുള്ളൂ. ഉദാഹരണത്തിന് ഉക്തുബ്, സുലാസിയായ ഫിയലിൻ്റെ അമ്രുൽ ഫീൽ സുലാസി. പിന്നെ അതുപോലെ തന്നെ 5 അക്ഷരമുള്ള ഫീലിൻ്റെ മാലി തക്കഫ, 5 അക്ഷരം, 5 അക്ഷരമുള്ള ഫീലിൻ്റെ മാലി. അതുപോലെ 6 അക്ഷരമുള്ള ഫീലിൻ്റെ മാലി ഇസ്തഗ്ഫറ. അപ്പോൾ ഹുമാസിയും സുദാസിയുമായിട്ടുള്ള ഫീലുകളുടെ മാലിയിൽ വരുന്ന ഹംസ വസലിൻ്റെ ഹംസയായിരിക്കും. ഇനി ഇതിൻ്റെ മസ്തറും അങ്ങനെ തന്നെയാണ്. യത്തക്കഫൻ്റെ മസ്തർ യത്തിക്കാഫ് എന്നുള്ളത് എന്താണ്? അതും വസലിൻ്റെ ഹംസയായിരിക്കും, യത്തിക്കാഫ് മസ്തറായിട്ട് വരുന്നത്. അതുപോലെ ഇസ്തഗ്ഫറാൻ്റെ ഇസ്തിഗ്ഫാർ, ഇതും വസലിൻ്റെ ഹംസയായിട്ടാണ് വരിക. ഇനി ഇതിൻ്റെ അംബ്രും അങ്ങനെ തന്നെയാണ്. യത്തക്കിഫ്, അതുപോലെ ഇസ്തഗ്ഫിർ, യത്തക്കിഫ് എന്ന് പറയുമ്പോൾ അത് ഇതിലുള്ള ഹംസയും വസലിൻ്റെ ഹംസയാണ്. ഇസ്തഗ്ഫിർ, ഇതിലുള്ള ഹംസയും വസലിൻ്റെ ഹംസയാണ്. അപ്പോൾ
ഹുമാസിയും സുദാസിയുമായ ഫീലുകളുടെ മാളി, മസ്ദർ, അംർ ഇതിലുള്ള ഹംസ വസ്ലിൻ്റെ ഹംസയായിരിക്കും. ഇവിടെ വാവിട്ട് എഴുതിയൊക്കെയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. വക്തുബ്, വാത്തഖഫ, വസ്തഗ്ഫറ, അതുപോലെ വാത്തഖിഫ്, വസ്തഗ്ഫിറൊക്കെ അതിൽപ്പെട്ടതാണ്. ഇനി ഇതല്ലാത്ത ഫീലുകളിൽ ഉള്ള ഹംസയൊക്കെ ഖത്തയിൻ്റെ ഹംസയായിരിക്കും. ഇപ്പോൾ അജാബ 4 അക്ഷരമുള്ളത് റുബായി, അജിബ് അതിൻ്റെ അംർ 4 അക്ഷരമുള്ളത് അംർ, ഇതൊക്കെ ഖത്തയിൻ്റെ ഹംസയാണ്. വ അജാബ, വ അജിബ് എന്നാണ് വായിക്കുക. ഉച്ചാരണം നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം മൊത്തത്തിൽ ഹർഫിലും ഇസ്മിലും അതുപോലെ ഫീലിലും വരുന്ന ഈ പരിമിതമായിട്ടുള്ള ഹംസകൾ ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? ഖത്തയിൻ്റെ ഹംസയാണ്. അപ്പോൾ വസ്ലിൻ്റെ ഹംസ മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഖത്തയിൻ്റെ ഹംസയാണെന്ന് തിരിച്ചറിയുമല്ലോ. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കായിക ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം വായിച്ചാൽ ഒന്നും കൂടെ ക്ലിയർ ആവും.